10 മിനിറ്റ് കഴിഞ്ഞാണ് ശ്രീയേട്ടനും വീട്ടുകാരും വന്നത്. അവർ വന്ന് ഒന്നിച്ച് ഷോപ്പിലേക്ക് കയറി. ആദ്യം കല്യാണ സാരിയാണ് നോക്കിയത്. ഏട്ടത്തിയും അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയുമാണ് ഒക്കെ വലിച്ചു വാരിയിട്ട് തിരിയുന്നത്. ഇത് എൻ്റെ അനിയത്തിയ, ഇത് ആങ്ങളുടെ മോള്, കൂടെയുള്ള പെൺകുട്ടിയെ ചൂണ്ടി അമ്മ പറഞ്ഞു. അതിനൊന്ന് മൂളി. വല്യാങ്ങളുടെ മോളെയാണ് ശ്രീന് കല്യാണം കഴിച്ചിരിക്കുന്നത്. എൻ്റെ ഗംഗമോളെ ശ്രീക്കും വേണ്ടി ആലോചിച്ച. അപ്പോൾ അവന് വേണ്ട പോലും, കുടുംബത്തിൽ നിന്ന് വേണ്ടത്രേ. അതിനും താനൊന്ന് പുഞ്ചിച്ചു. ഇനി മതി സംസാരിച്ചത്, വാ സാരി തിരയാം. ചെറിയമ്മായി പറഞ്ഞതിന് ഒന്ന് അമർത്തി മൂളി ശ്രീയേട്ടൻ്റെ അമ്മ പറഞ്ഞു. ലയയും അമ്മയും തിരയുന്നുണ്ട്. അതിൻ്റെ കൂടെ പോയി നിന്നു. എൻ്റെ ഒരു പുറത്ത് അമ്മയും ലയയും മറുപുറത്ത് ഗംഗയും അച്ചുചേച്ചിയുമാണ്. ഇത് ആരാണെന്ന് മനസ്സിലായോ ലക്ഷ്മിക്ക്? ഗംഗയെ ചൂണ്ടി അച്ചു ചോദിച്ചു. അച്ചു ചേച്ചി ഇത് ചോദിച്ചപ്പോൾ ആ മുഖത്തേക്ക് നോക്കി. ശ്രീയുടെ മുറപ്പെണ്ണ. മറുപടി ഒന്നും പറയാൻ പോയില്ല. അല്ലെങ്കിലും എന്തിനു പറയണം? വിവാഹം ഉറപ്പിച്ച് ഇതുവരെ തന്നോട് ചേച്ചി സംസാരിച്ചിട്ടില്ല. ഇപ്പോൾ ഇത് പറയാൻ മാത്രമാണ് സംസാരിച്ചത്. വസ്ത്രങ്ങളെടുക്കൽ കഴിഞ്ഞ് ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു. ശ്രീയേട്ടൻ്റെ അരികിലാണിരുന്നത്. അപ്പോൾ കുറച്ച് സംസാരിച്ചു. ഫുഡ് കഴിക്കൽ കഴിഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി. ഇനി നമുക്ക് താലിയും മാലയും എടുക്കാൻ കയറാം, ശ്രീയുടെ അച്ഛൻ പറഞ്ഞു. അത് വേണ്ട അശോകൻ ചേട്ടാ, അത് നിങ്ങളുടെ ഇഷ്ടത്തിനൊക്കെ എടുത്താൽ മതി. അത് പറ്റില്ല, ശ്രീയുടെ അമ്മ പറഞ്ഞു. ലച്ചുവിന് ഇഷ്ടവും നോക്കണം. അത് വേണ്ടമ്മേ, ശ്രീയേട്ടനെ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുത്താൽ മതി. എനിക്കതാ ഇഷ്ടം, പുഞ്ചിരിയോടെ അമ്മയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാലും മോളെ, നിന്റെ കൂടെ ഇഷ്ടത്തിന് ഒരെന്നാലും ഇല്ല. യശോദമ്മേ, നിങ്ങളുടെ ഇഷ്ടം മതി, ലച്ചുവിൻ്റെ അമ്മയും പറഞ്ഞു. എന്നാൽ ശരി, നിങ്ങളുടെ ഇഷ്ടം പോലെ. ശ്രീയേട്ടൻ ഇതെല്ലാം പുഞ്ചിരിയോടെ നോക്കുന്നുണ്ട്. അച്ചു ചേച്ചിയും ചെറിയമ്മായിയും ഗംഗയും ഇതൊന്നും ഇഷ്ടപ്പെടാത്തതുപോലെ നോക്കുന്നുണ്ട്. അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പോയില്ല. അവരോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ പോന്നു. പോരുമ്പോൾ തിരിഞ്ഞു നോക്കി ശ്രീയേട്ടനോട് യാത്ര പറഞ്ഞു. അതുകണ്ട് ലയ ഒരുപാട് കളിയാക്കി. ആഭരണമെടുക്കലും കല്യാണവിളിയും എല്ലാം ഇരുകൂട്ടരുടെയും കഴിഞ്ഞു. കല്യാണത്തിനായി വീടുകൾ ഒരുങ്ങി. ലച്ചു, ലച്ചു മോളെ എഴുന്നേറ്റ്, അമ്മ വന്ന് തട്ടി വിളിച്ചു. തലേ ദിവസത്തെ പരിപാടി കഴിഞ്ഞ് ഒരുപാട് ലേറ്റായാണ് ഉറങ്ങിയത്. അമ്മ വിളിച്ചപ്പോൾ വേഗം എഴുന്നേറ്റു. മോളെ വേഗം കുളിച്ച് അമ്പലത്തിൽ പോയോ? അമ്മയോട് മോളി കുളിക്കാൻ കയറി. ലയേ മോളെ എഴുന്നേറ്റ് ചേച്ചിയോട് പോവാം അമ്പലത്തിലേക്ക്. ശരി അമ്മേ. ലയ അതും പറഞ്ഞ് എഴുന്നേറ്റു. ഒരു സെറ്റ് മുണ്ടും എടുത്ത് റെഡിയായി. അപ്പോഴേക്കും ലയയും റെഡിയായി വന്നു. വേഗം അമ്പലത്തിൽ പോയി. 11-നാണ് മുഹൂർത്തം. അമ്പലത്തിൽ പോയി വന്നപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. കുറച്ച് നുള്ളിക്കഴിച്ച് എഴുന്നേറ്റു. എന്തോ തൊണ്ടക്കുഴിയിൽ സങ്കടം വന്ന് നിറയും പോലെ. ഒന്നും ഇറങ്ങുന്നില്ല. ഇത്രയും നേരം അതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കുറച്ചു നേരമായി അതൊക്കെ ആലോചിച്ചു കൂട്ടുന്നു. അമ്പലത്തിൽ നിന്ന് വരുമ്പോഴൊക്കെ അതായിരുന്നു ചിന്ത. കസിൻസ് എല്ലാവരും ചേർന്ന് ഒരുക്കി. ചില്ലി കളർ സാരിയായിരുന്നു. മുടി റൗണ്ടിൽ ചുറ്റിക്കെട്ടി മുല്ലപ്പൂ ചൂടി. അത്യാവശ്യം ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് കണ്ണാടിയിൽ നോക്കി. നന്നായിട്ടുണ്ട് മനസ്സിൽ വിചാരിച്ചു. ആഹാ, എൻ്റെ ചേച്ചി സുന്ദരിയായല്ലോ, ലയ എവിടേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. അവളെ കണ്ടപ്പോൾ ആകെ സങ്കടം തോന്നി. ഇനി എന്നാണ് ഇവളുടെ കൂടെ കളിയും ചിരിയുമായി കഴിയുക? അവൾ അടുത്തേക്ക് വന്ന്, എൻ്റെ ചേച്ചിക്ക് നല്ലത് മാത്രം വരട്ടെ. ചേച്ചി വിഷമിക്കല്ലേ, എപ്പോൾ വിളിച്ചാലും ഓടിയെത്താവുന്ന ദൂരത്തിലല്ലേ ഞങ്ങൾ. സന്തോഷമായിട്ട് ഇറങ്ങി ചേച്ചി എന്നിടറിക്കൊണ്ട് കവളിൽ മുത്തം തന്നു പറഞ്ഞപ്പോൾ പിന്നെ ഒരു നിമിഷം വൈകിയില്ല. അതുവരെ പിടിച്ചു നിർത്തിയ സങ്കടമെല്ലാം അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു തീർത്തു. നിങ്ങൾ രണ്ടുപേരുടെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണോ? ലച്ചുമോളെ, ദക്ഷിണ കൊടുക്കാൻ സമയമായി, വാ. അവിടേക്ക് വന്ന അമ്മ പറഞ്ഞു. നിറമിഴിയോടെ അമ്മയെ നോക്കി. അമ്മ നെറ്റിയിൽ ഉമ്മ തന്ന് തൻ്റെ കണ്ണെല്ലാം തുടച്ചു തന്നു. മോള് സന്തോഷമായി മണ്ഡപത്തിലേക്ക് ഇറങ്ങും. ഇന്നെ കണ്ട അച്ഛനും വിഷമിക്കും. അമ്മയോട് മോളി കണ്ണൊക്കെ തുടച്ചു. അമ്മയുടെ കൂടെ ഹാളിലേക്ക് പോയി. അവിടെ എല്ലാവരുമുണ്ട്. ശരത്തേട്ടനുമുണ്ട്. ഇന്നലെ ഉണ്ടായിരുന്നില്ല. ഇന്ന് പുലർച്ചെ എത്തുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പച്ചി. ആദ്യം അച്ഛന് ദക്ഷിണ കൊടുത്തു. അച്ഛൻ തന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ച് നെറുകയിൽ മുത്തം തന്ന് അനുഗ്രഹിച്ചു. അമ്പലത്തിൽ വെച്ചാണ് താലികെട്ട്. ശ്രീയേട്ടനും വീട്ടുകാരും എത്തിയിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിച്ചു. പൂജാരി പറഞ്ഞത് പ്രകാരം ശ്രീയേട്ടൻ്റെ അടുത്ത് നിന്നു. പൂജിച്ച താലി പൂജാരി കയ്യിൽ കൊടുത്ത് എൻ്റെ കഴുത്തിൽ കെട്ടാൻ പറഞ്ഞു. ശ്രീയേട്ടൻ പുഞ്ചിരിയോടെ താലി കയ്യിൽ വാങ്ങി. തന്നോട് കണ്ണുകൾ കൊണ്ട് സമ്മതം ചോദിച്ച് താലി കഴുത്തിൽ കെട്ടി. ഞാൻ കൂപ്പുകൈയോടെ അതിലേറെ സന്തോഷത്തോടെ ശ്രീയേട്ടൻ്റെ താലി ശ്രീയേട്ടൻ്റെ താലിയും ഏറ്റുവാങ്ങി. ആ കൈകൊണ്ട് ഒരു നീള സിന്ദൂരവും നെറുകയിൽ ചാർത്തി തന്നു. കണ്ണുകൾ നിറച്ച് ആ മുഖത്തേക്ക് നോക്കിയപ്പോൾ കൺചിമ്മി ചിരിച്ചു. അത് കണ്ടപ്പോൾ താനെ ലച്ചുവിൻ്റെ മുഖത്തും പുഞ്ചിരി വിരിഞ്ഞു. ഫോട്ടോയെടുപ്പും സദ്യ കഴിക്കലും കഴിഞ്ഞ് യാത്ര പറച്ചിലിൻ്റെ സമയമായി.
വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെയും ഒരുമിച്ച് കളിച്ചു വളർന്ന സഹോദരിയെയും വിട്ടുപിരിഞ്ഞു യാതൊരു പരിചയവുമില്ലാത്ത വീട്ടിലേക്ക് ഒരു പറിച്ചുനടൽ. അച്ഛനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. മോളെ കരയില്ലടി, എൻ്റെ മോൾ സന്തോഷമായി ശ്രീയുടെ ഒപ്പം പോ. അച്ഛൻ നെറുകയിൽ ഉമ്മ വെച്ച് ശ്രീയേട്ടൻ്റെ കയ്യിൽ തൻ്റെ കൈ ഒരിക്കൽ കൂടി ചേർത്തു. ശ്രീയേട്ടൻ തൻ്റെ കൈ മുറുക്കെ പിടിച്ച് അമർത്തി. ഞാനുണ്ടെന്ന് പറയും പോലെ പിന്നെ തോളിലൂടെ ചേർത്ത് പിടിച്ച് അമ്മയുടെയും ലേയുടെയും അരികിലേക്ക് കൊണ്ടുപോയി. അവരോടും യാത്ര പറഞ്ഞു കഴിഞ്ഞപ്പോൾ ലച്ചുവിനെ ചേർത്ത് പിടിച്ച് കാറിൽ കൊണ്ടുപോയി എത്തി. പെണ്ണാകെ കരഞ്ഞ് കണ്ണും മുഖവും ചുവന്നിട്ടുണ്ട്. അച്ഛനോട് കൈപിടിച്ച് ഒരിക്കൽ കൂടി യാത്ര പറഞ്ഞ് കാറിൽ കയറി. കാർ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴേക്കും പെണ്ണ് മുഖം പൊത്തി കരഞ്ഞു. ലിച്ചു കരയില്ലടി, എന്നും പോയി വരാവുന്ന ദൂരത്തിലല്ലേ, എപ്പോൾ വേണമെങ്കിലും പോകാം, കരയാതിരിക്കും, തോളിൽ തട്ടി പറഞ്ഞു. അപ്പോൾ മുഖമെല്ലാം തുടച്ച് നേരെയിരുന്നു. വീട്ടിലേക്ക് അധികം ദൂരമില്ലാത്തതിനാൽ പെട്ടെന്നെത്തി. കാറിൽ നിന്നിറങ്ങിയപ്പോഴേക്കും അമ്മ നിലവിളക്കുമായി വന്നു. അടുത്തു തന്നെ ശ്രീയേട്ടനുമുണ്ട്. ശ്രീയേട്ടനെ നോക്കി പുഞ്ചിരിയോടെ അമ്മയുടെ കയ്യിൽ നിന്ന് നിലവിളക്ക് വാങ്ങി. മോളെ ഇതങ്ങോട്ട് വെച്ചോ, പൂജാമുറി കാണിച്ച് അമ്മ പറഞ്ഞു. കൈകൂപ്പി നിന്ന് നല്ലൊരു ജീവിതത്തിനും ഈ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും വേണ്ടി പ്രാർത്ഥിച്ചു. അയൽക്കാരും ബന്ധുക്കളും പരിചയപ്പെടാൻ വന്നു. അവരോടൊക്കെ നന്നായി പെരുമാറി. കുറച്ചു കഴിഞ്ഞപ്പോൾ അമ്മ വന്ന് വേഷം മാറാൻ കൂട്ടിക്കൊണ്ടുപോയി. മോളെ ഇതാ ശ്രീയുടെ മുറി, മോള് വേഷം മാറിക്കോ, അലമാരയിലെല്ലാം ഉണ്ട്, അമ്മ അച്ചുവിനെ പറഞ്ഞയക്കാം, മോളുടെ മുടിയും സാരിയൊക്കെ അഴിക്കാൻ സഹായിക്കാൻ. ശരിയമ്മേ. മുറിയിലേക്ക് കയറി. ജനലിൽ കട്ടിലും കട്ടിലിനടുത്തായി ഒരു തടിയലമാരയും മുറിയിൽ ബാത്റൂമും ഉണ്ട്. മുറി നോക്കി നിന്നപ്പോഴേക്കും അച്ചു ചേച്ചി വന്നു. അപ്പച്ചി പറഞ്ഞു നിന്നെ സാരി അഴിക്കാൻ സഹായിക്കാൻ. അതൊന്നും വേണ്ട ചേച്ചി, ഈ മുടിയെ കുത്തിയ സ്ലൈഡും പൂവ് അഴിക്കാൻ സഹായിച്ചാൽ മതി. എന്നാ ഇരിക്ക. ഞാൻ കട്ടിലിൽ ഇരുന്നു. മക്കളെവിടെ ചേച്ചി? കണ്ടില്ല. അവരെ അമ്മയുടെ കൂടെ പറഞ്ഞയച്ചു. എനിക്ക് വയ്യ ഇനി നോക്കാൻ, ക്ഷീണം കൊണ്ട് നിൽക്കാൻ പോലും വയ്യ. ഒന്ന് കിടന്നപ്പോഴാണ് അപ്പച്ചി വിളിച്ചത് നിന്നെ സഹായിക്കാൻ. അയ്യോ ചേച്ചിക്ക് വയ്യായിരുന്നോ? എനിക്കറിയില്ലായിരുന്നു. ഞാൻ തനിയെ മുടി കുത്തിയത് അഴിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് അമ്മയോട് എതിർപ്പ് പറയാതിരുന്നത്. എൻ്റെ ക്ഷീണമൊന്നും ആർക്കും അറിയണ്ടല്ലോ. അതും പറഞ്ഞ് മുടി അഴിച്ചു തുടങ്ങി. മതി ചേച്ചി, ഇനി ഞാൻ അഴിച്ചോളാം, ചേച്ചി പോയി കടന്നു. ഇതും പറഞ്ഞ് ചേച്ചിയെ പറഞ്ഞയച്ചു. മുടിയിൽ ബാക്കിയുള്ളത് കൂടി അഴിച്ച് കതകടച്ച് കുറ്റിയിട്ടു. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബാഗ് മുറിയിലുണ്ടായിരുന്നു. അതിൽ നിന്ന് ആഭരണപ്പെട്ടി എടുത്ത് അത്യാവശ്യം വേണ്ടതെല്ലാം കയ്യിലും കഴുത്തിലും ഇട്ട് ബാക്കിയെല്ലാം അതിൽ തന്നെ വെച്ചു. കുളിച്ച് വന്ന് ഒരു ചുരിദാർ എടുത്തിട്ടു. എല്ലാം അഴിച്ചു മാറ്റിയപ്പോൾ തന്നെ ഒരാശ്വാസം. മുടി ചീവി കുളിപ്പിനിലിട്ടു അടുക്കളയിലേക്ക് നടന്നു. അമ്മേ, ആ മോളെ വാ, വന്ന് ചായ കുടിക്ക്. ഇന്നൊന്നും ശരിക്ക് കഴിച്ചിട്ടുണ്ടല്ലേ, വാ ഇരിക്ക്. അമ്മ അവിടെയുള്ള ബെഞ്ച് ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു. എല്ലാവരും പോയോ അമ്മേ? ആ മോളെ പോയി, ഇനി വേഷമൊക്കെ മാറി വരുമായിരിക്കും. അമ്മ ചായക്കുള്ള വെള്ളം വെച്ചിരുന്നു. അമ്മ ഇവിടെ ഇരിക്കുക, ചായ ഞാനിടാം. അമ്മയെ അവിടെയുള്ള ബെഞ്ചിൽ പിടിച്ചിരുത്തി. അയ്യോ വേണ്ട മോളെ, വന്നു തന്നെ നീ അടുക്കളയിൽ കയറണ്ട. അതൊന്നും സാരമില്ല, ഇനി മുതൽ ഇതാണല്ലോ എൻ്റെ വീട്. അതിൽ നിന്ന് ആ അമ്മ മനസ്സ് നിറഞ്ഞ് പുഞ്ചിരിച്ചു. ഫ്രിഡ്ജിൽ പാലിരിപ്പുണ്ട് മോളെ, അതും ഒഴിച്ചോ? ശരി അമ്മേ. അടുക്കളയിൽ തന്നെയുള്ള ഫ്രിഡ്ജിൽ നിന്ന് പാലെടുത്ത് അതിലൊഴിച്ചു. ശ്രീയേട്ടൻ എവിടെ പോയമ്മേ? പാല് തിളച്ചപ്പോൾ അതിലേക്ക് പൊടി ഇട്ടുകൊണ്ട് ചോദിച്ചു. ആ ചക്കൻ ഡ്രസ്സ് പോലും മറന്ന് എങ്ങോട്ട് പോയത് എന്തോ. അമ്മ ഇത് കുടിക്കുക, ഞാനിത് അച്ചുചേച്ചിക്ക് കൊടുത്തിട്ട് വരാം. മുറി എവിടെയാ? ഒരു ഗ്ലാസ് ചായ കയ്യിലെടുത്ത് പറഞ്ഞു. അച്ചുവിനോ? മുറിയിലേക്കോ? എൻ്റെ പൊന്നു മോളെ, അങ്ങനെയുള്ള അബദ്ധമൊന്നും കാണിക്കല്ലേ, എന്നാൽ അവളത് സ്ഥിരമാക്കും. എൻ്റെ സംസാരം കേട്ട് വന്ന് അച്ഛൻ പറഞ്ഞു. അച്ചു ചേച്ചിക്ക് തീരെ വയ്യെന്ന് പറഞ്ഞു. ഇത്രയും ദിവസം ഓടി നടന്നതിൻ്റെ ക്ഷീണമാണെന്ന് പറഞ്ഞു. അതാ ഞാനിത് കൊണ്ടുപോയി കൊടുക്കാമെന്ന് വിചാരിച്ചേ. ആർക്ക് ക്ഷീണം? എന്തിൻ്റെ ക്ഷീണം? അമ്മ ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു. എൻ്റെ മോളെ, വീടൊക്കെ പെയിൻറ് ചെയ്യാനും വൃത്തിയാക്കാനും ഒക്കെ പണിക്കാർ വന്നപ്പോൾ വീട്ടിൽ പോയവളാ. ഇന്ന് അവളുടെ അമ്മ വരുമ്പോഴാണ് വന്നത്. അങ്ങനെയുള്ള അവൾക്ക് ക്ഷീണമൊക്കെ. അമ്മ പറഞ്ഞപ്പോൾ അതിശയത്തിൽ ഞാൻ അമ്മയെ നോക്കി. അച്ഛനും അമ്മയും ഒരുപോലെ തലയാട്ടി. അങ്ങനെയാണെങ്കിൽ ഈ ചായ അച്ഛൻ കുടിച്ചോ? ആ ചായ അച്ഛന് നൽകി. ഞാനും അവരുടെ കൂടെ ഇരുന്ന് കുടിച്ചു. അമ്മേ, ഒരു കടനിട്ടെ. പുറത്ത് ശ്രീയേട്ടൻ്റെ ശബ്ദം കേട്ടപ്പോൾ മുറിയിൽ നിന്നും പുറത്തേക്ക് വന്നു. ഞാൻ കൊണ്ടുവരാം, അമ്മ കുളിക്കുക. ശ്രീയേട്ടനോട് മറുപടിക്ക് കാക്കാതെ അടുക്കളയിൽ നടന്നു. ശ്രീയേട്ട ചായ. കട്ടൻ കൊണ്ടുവന്ന് ശ്രീയേട്ടൻ്റെ കയ്യിൽ കൊടുത്തു. ആദ്യ ദിവസം തന്നെ അടുക്കളയിൽ കയറിയോ? ചിരിയോടെ ശ്രീ ചോദിച്ചു. ഹേയ് അല്ല, അമ്മ കുളിക്കുകയല്ലേ, അതുകൊണ്ട് ഞാൻ ഇട്ടുവെന്നേ ഉള്ളൂ. അങ്ങനെയൊന്നും അല്ലടാ ശ്രീ, നേരത്തെ ഞങ്ങൾക്ക് എല്ലാവർക്കും ചായ ഇട്ട് തന്നു. നല്ല അസല് ചായ.
അങ്ങോട്ട് വന്ന് അച്ഛൻ പറഞ്ഞു. ശ്രീ പുഞ്ചിരിച്ചുകൊണ്ട് അവളെ നോക്കി. ഞാൻ വെറുതെ പറഞ്ഞതാടോ, ശ്രീയേട്ടൻ പറഞ്ഞപ്പോൾ ചിരിയോടെ ശ്രീയേട്ടനെ നോക്കി. കുളിച്ചു വാ, വിളക്ക് വെക്കാറായി. ശരി അമ്മേ. ശ്രീയേട്ടൻ അകത്തേക്ക് പോയപ്പോൾ സോഫയിലിരിക്കുന്ന അച്ഛൻ അടുത്തേക്ക് വിളിച്ചു. മോള് വാ, ഇവിടെ ഇരിക്കുക. മോക്ക് ഇവിടേക്ക് ഇഷ്ടപ്പെട്ടോ? ഞങ്ങളെയൊക്കെ ഇഷ്ടമായോ? അച്ഛൻ തലയിൽ തലോടി ചോദിച്ചു. ഇഷ്ടമായി അച്ഛാ. മോക്ക് എപ്പോൾ വേണമെങ്കിലും വീട്ടിൽ പോവാട്ടോ, വിഷമിക്കണ്ട. അവൾ ഒന്ന് പുഞ്ചിരിച്ചു. ദീപം ദീപം. അമ്മ വിളക്ക് അമ്മയോടൊപ്പം ഇരുന്ന് നാമം ജപിച്ചു. ശ്രീയേട്ടനും അച്ഛനും അവിടേക്ക് വന്നിരുന്നു. വിളക്ക് കെടുത്തി അമ്മ എഴുന്നേറ്റപ്പോഴേക്കും അമ്മാവനും അമ്മായിയും ഗംഗയും വന്നു. വാ, കയറിയിരിക്കളിക്ക. അച്ഛൻ അവരെ അകത്തേക്ക് ക്ഷണിച്ചു. അമ്മാവൻ സിറ്റ് ഔട്ടിൽ അച്ഛനും ശ്രീയേട്ടനും ഒപ്പയിരുന്നു. അമ്മായിയും ഗംഗയും ഹാളിൽ സോഫയിലിരുന്നു. അമ്മ വിളക്ക് കൊണ്ടുവച്ച് അപ്പുറം സോഫയിലിരുന്നു. അരികിൽ എന്നെയും എത്തി. അച്ചു ചേച്ചിയുടെ കൂടെ തന്നെ പോയോ? ഇല്ല നാത്തൂനെ, അവക്ക് കല്യാണത്തിൻ്റെ ക്ഷീണമാണെന്നും പറഞ്ഞ് കയറി കിടന്നത്. കല്യാണം ഇനി വെള്ളയായിരുന്നു. ലച്ചുവിനില്ല ഇത്രയും ക്ഷീണം. അമ്മ പറയുന്നത് ചിരിയോടെ കേട്ടിരുന്നു. ലച്ചുമോക്ക് ഇവിടെയൊക്കെ ഇഷ്ടമായോ? ഇഷ്ടമായി അമ്മായി. അമ്മായിക്ക് ഗംഗ മാത്രമേ ഉള്ളോ മോളായിട്ട്? അതെ മോളെ, ഇവള് തന്നെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ദൈവം തന്നത്. ഗംഗ എന്ത് ചെയ്യുന്നു? ലച്ചു ചോദിച്ചു. ഞാൻ ഫാഷൻ ഡിസൈനിങ് കോഴ്സാണ് പഠിച്ചത്. ഇനി ഒരു ബൊട്ടീക്ക് തുടങ്ങണമെന്നുണ്ട്. അതും നല്ലതാ. നിങ്ങൾക്ക് കുടിക്കാൻ ഞാൻ ചായ എടുക്കാം. ലച്ചു അതും പറഞ്ഞ് എഴുന്നേറ്റു. മോൾ ഇവിടെ ഇരുന്നോ, ഞാൻ എടുത്തോളാം. വേണ്ട, അമ്മ ഇവിടെ ഇരുന്നോ, ഞാൻ എടുത്തിട്ട് വരാം. അതും പറഞ്ഞ് അടുക്കളയിലേക്ക് നടന്നു. നല്ല മോളല്ലേ നാത്തൂനെ? നല്ല പെരുമാറ്റം. അതെ നാത്തൂനെ, വന്നപ്പോൾ തുടങ്ങിയതാണ് എല്ലാവർക്കും ചായയിടലും കൊടുക്കലുമെല്ലാം. എൻ്റെ ശ്രീയുടെ ഭാഗ്യം. അതും പറഞ്ഞ് അമ്മ എഴുന്നേറ്റ് ശ്രീനിയുടെ വാതിൽ പോയി തട്ടി. ശ്രീനി, ശ്രീനി, അച്ചു, അച്ചു. കുറച്ചു നേരം വാതിലിൽ തട്ടിയപ്പോൾ വാതിൽ തുറന്നു. എന്താ അമ്മേ, എന്തിനിങ്ങനെ കിടന്ന് വിളിക്കുന്നേ? മനുഷ്യന് തല വേദനിച്ചിട്ട് വയ്യ. അപ്പോഴാണ് വാതിൽ കൊട്ടി ബഹളം ഉണ്ടാക്കുന്നത്. ഉറക്കച്ചടുവിലും വിളിച്ച ദേഷ്യത്തിലും കൂടെ ശ്രീനി ഉച്ചത്തിൽ പറഞ്ഞു. അച്ചുവും ഉറക്കച്ചടുവിൽ ശ്രീയുടെ പിറകെ വന്നു. നിങ്ങളുടെ രണ്ടുപേരും ഞാൻ പറഞ്ഞിട്ടുണ്ട് സന്ധ്യാസമയം കിടന്നുറങ്ങരുതെന്ന്. എന്നിട്ടോ അതുതന്നെ വീണ്ടും ചെയ്യും. ഇവക്കോ ബോധമില്ല. ആണായി നിനക്കെങ്കിലും വേണ്ട ബോധം. അതങ്ങനെ രണ്ടും ഒരുപോലെയാണല്ലോ, അമ്മയും ഉച്ചത്തിൽ പറഞ്ഞു. അങ്ങോട്ടേക്ക് ചായയുമായി വന്ന ലച്ചു കാണുന്നത് അമ്മ അവരോട് ദേഷ്യപ്പെടുന്നതാണ്. അമ്മേ, രാവിലെ മുതൽ അലച്ചിലും ബഹളവും, തല പൊളിഞ്ഞ് നിൽക്കാൻ വയ്യ. ഇനി അമ്മ കൂടെ തുടങ്ങല്ലേ. ഇത് ഞങ്ങൾക്കാണോ ലച്ചു ചായ? അച്ചു ഇതൊന്നും ശ്രദ്ധിക്കാതെ ലച്ചുവിനരികിലേക്ക് നടക്കുന്നതിനിടയിൽ ചോദിച്ചു. അത് പിന്നെ ലച്ചു എന്തു പറയണമെന്നറിയാതെ പരിങ്ങി. അത് നിങ്ങൾക്കല്ല, അവർക്കിട്ടതാ. അപ്പോഴാണ് ശ്രീനിയും അച്ചുവും സോഫയിൽ ഇരിക്കുന്നവരെ കാണുന്നത്. ഓ, അമ്മായിക്കും ഗംഗയ്ക്കുമാണോ? അത് സാരമില്ല, ഇത് 4 ഗ്ലാസ് ഉണ്ടല്ലോ, ഞങ്ങൾക്ക് കൂടെ കണക്കാക്കി ഇട്ടതായിരിക്കും അവൾ. അത് അച്ചു ചേച്ചി, പിന്നെ അമ്മാവനും അച്ഛനും ഉള്ളതാ. അച്ചു ചായ എടുക്കാൻ കൈ നീട്ടിയപ്പോഴേക്കും ലച്ചു പറഞ്ഞു. മോളെ അച്ചു, നിന്റെ കുഴിമടി ആദ്യം മാറ്റ്. എഴുന്നേറ്റ് പോയി ഭാര്യയും ഭർത്താവും ചായ കുടിക്കുക. മോളെ ലച്ചു, അതവർക്ക് കൊടുത്തേ. അമ്മ അതും പറഞ്ഞ് ലച്ചു ചായ അമ്മായിക്കും ഗഗയ്ക്കും കൊടുത്തു. ബാക്കിയുള്ളതുമായി സിറ്റ് ഔട്ടിലേക്ക് നടന്നു. സിറ്റ് ഔട്ടിലുള്ളവർ അപ്പോഴേക്കും മുറ്റത്തേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അകത്തെ ബഹളമൊന്നും കേട്ടില്ല എന്ന് മനസ്സിലായി. അച്ഛാ, ഇത് ചായ, ലച്ചു പറഞ്ഞു. അവിടെ വെച്ചേക്കും മോളെ. ശ്രീയേട്ടന് കട്ടൻ വേണോ? അവിടേക്ക് വന്ന ശ്രീയോടായി ചോദിച്ചു. വേണ്ട, ഇനി അത്താഴം കഴിക്കാറായില്ലേ? കുറച്ചു കഴിഞ്ഞ് വന്നവരെല്ലാം പോയി. അത്താഴം കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും അച്ഛനും അമ്മയും ലയയും വിളിച്ചു. അവരോട് കുറച്ചു നേരം സംസാരിച്ചു. മോളെ, നിനക്ക് സങ്കടമൊന്നുമില്ലല്ലോ? ഉണ്ടായിരുന്നമ്മേ, പക്ഷെ ഇപ്പോൾ ഇല്ല. ശ്രീയേട്ടനും അച്ഛനും അമ്മയും എല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. എപ്പോൾ നിങ്ങളെ കാണാൻ തോന്നുന്നു അപ്പോൾ പോകാമെന്ന്. നല്ല അമ്മയാണമ്മേ ശ്രീയേട്ടൻ്റെ അമ്മ. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. എൻ്റെ മോക്ക് എന്നും അവിടെ സന്തോഷമായിരിക്കട്ടെ. എന്നാൽ അമ്മ ഫോൺ വെക്കാം കേട്ടോ, നാളെ വിളിക്കാം. മോളെ ലച്ചു, ദൈ പാല് മുറിയിൽ കൊണ്ടുവെക്കോ. മുറിയിലേക്ക് ആക്കി തരേണ്ട അച്ചുവൊക്കെ നേരത്തെ മുറിയിൽ കയറി. അതൊന്നും സാരമില്ലമ്മേ, ഞാൻ പോയിക്കോളാം. അമ്മ കടന്നോ? ശരി മോളെ. അമ്മ അടുക്കള വാതിൽ പൂട്ടിയതിന് പിറകെ തന്നെ ഇറങ്ങി. ഇതുവരെ ഇങ്ങനൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. നെഞ്ച് പടപടാ മിടിക്കുവാൻ തുടങ്ങി. ആകെ ഒരു പരിഭ്രമവും പരിവേഷവും വന്ന് പൊതിഞ്ഞു. എന്തു പറ്റില്ലച്ചു? അവിടെ തന്നെ നിന്നത്, അകത്തേക്ക് വാ. ശ്രീയേട്ടൻ കട്ടിലിരുന്ന് വിളിച്ചു. വിറച്ച് അകത്തേക്ക് കയറി. നീ ഇങ്ങനെ വിറയ്ക്കൊന്നും വേണ്ടല്ലോ ലച്ചു, നിനക്ക് എന്നെ അറിയാത്തൊന്നും അല്ലല്ലോ.
ഒന്നുമില്ലെങ്കിൽ 10-25 ദിവസത്തെ പരിചയമില്ലേ? അത് പറഞ്ഞപ്പോൾ പാൽ ഗ്ലാസ് ചിരിയോടെ ശ്രീയേട്ടൻ്റെ കയ്യിൽ കൊടുത്തു. ഇനി മുതൽ എല്ലാം പാതിയാണല്ലേ? ചിരിയോടെ ശ്രീ ചോദിച്ചു. അതിന് പതിയെ മൂളി. അവിടെ ഇങ്ങനെ നിൽക്കാതെ ഇവിടെ ഇരിക്കുക. അതിനും പതിയെ ഒന്ന് മൂളി ശ്രീയുടെ അരികിലിരുന്നു. ശ്രീ പകുതി പാല് കുടിച്ച് ലച്ചുവിന് നേരെ നീട്ടി. അവളത് വാങ്ങിക്കുടിച്ച ശേഷം പാൽ ഗ്ലാസ് മേശമുകളിൽ വെച്ച് ബാത്റൂമിൽ കയറി വായ കഴുകി വന്നു. എനിക്ക് പാല് കുടിച്ച അപ്പോൾ വായ കഴുകണം, ചിരിയോടെ ശ്രീയോട് പറഞ്ഞു. ലച്ചുവിന് പരിഭ്രമവും പരവേശവും തോന്നി. അതിപ്പോൾ ഞാൻ എന്താ ലച്ചു കടന്നു വയ്ക്കുന്നത്? നിനക്കെന്നെ കാണുമ്പോൾ ഇപ്പോഴും ഒന്ന് ഹോട്ടലിൽ വെച്ച് കണ്ട അതേ പേടിയും പരിഭ്രമവും. ചിരിയോടെ ശ്രീ പറഞ്ഞു. അയ്യോ പേടിയൊന്നുമില്ല ശ്രീയേട്ടാ, ഇങ്ങനൊക്കെ ആദ്യമായിട്ടല്ലേ. അതെന്തായാലും നന്നായി. ഇപ്പോൾ നല്ല ക്ഷീണമുണ്ട്, കിടന്നാലോ? ശ്രീ പറഞ്ഞതിന് ലച്ചു ഒന്ന് മൂളി സാരി ഒതുക്കി പിടിച്ച് കട്ടിലിനരികിലേക്ക് കയറി. ശ്രീയും കിടന്നു. എടോ, താനിങ്ങനെ പേടിച്ച് ചുമരിനോരം ചേർന്ന് കിടക്കുകയൊന്നും വേണ്ട, ഇങ്ങോട്ട് നീങ്ങി കിടന്നോ, ഇവിടെ സ്ഥലമുണ്ടല്ലോ. ലച്ചു മൂളി ശ്രീയുടെ അരികിലേക്ക് ഇത്തിരി നീങ്ങിക്കിടന്നു. ക്ഷീണം കാരണം പിന്നെ രണ്ടുപേരും ഒന്നും മിണ്ടാതെ ഉറക്കം പിടിച്ചു.